വെൽക്കം റഹ്മാനാണ് ബയോകെമിസ്ട്രി വൈറ്റമിൻസ് മിനറൽസ് വീഡിയോ സീരീസിൽ ഈ വീഡിയോ മൈക്രോന്യൂട്രിയന്റ് ഓർ മൈക്രോ മിനറൽ പെടുന്ന ഒരു ട്രേസ് മിനറലാണ്. ട്രേസ് മെറ്റൽസ് ട്രേസ് മിനറൽസ് എന്നൊക്കെ പറയുന്ന സിങ്കിനെ കുറിച്ചിട്ടാണ്. സിങ്ക് മൈക്രോ ന്യൂട്രിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ 100 മില്ലിഗ്രാം ദിവസം 100 മില്ലിഗ്രാം പെർ ഡേയിൽ താഴെ ആവശ്യമുള്ള എല്ലാത്തിനാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻ എന്ന് പറയാം. ദിസ് എ മിനറൽ ആണ്. ഇറ്റ്സ് എ ട്രേസ് മിനറൽ ആണ്. ട്രേസ് എലമെന്റ് ആയിട്ടുള്ള ഈ സിങ്കിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുക Zn2+ എന്നാണ് നമ്മൾ എഴുതുക. ശരീരത്തിൽ മൊത്തത്തിൽ എത്ര ഗ്രാം സിങ്ക് ഉണ്ടെന്ന് വെച്ചാൽ അത് 2 ഗ്രാം സിങ്ക് ആണ് ശരീരത്തിൽ ആകെ ഉള്ളത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ ബോഡി സിങ്ക് കണ്ടന്റ് എന്ന് പറയുന്ന ഇതാണ്. ആൻഡ് ഇതിൽ 60% 60% ഈസ് ഇൻ ദ സ്കെലിറ്റൽ മസിൽ ആണ്. ആൻഡ് ബാക്കി 30% ഈസ് ഇൻ ദ ബോണിലാണ്. ബാക്കി 30%. ആൻഡ് ഏറ്റവും സിങ്ക് കണ്ടന്റ് ഉള്ള ശരീരത്തിന്റെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുരുഷന്മാരിലാണ്. പുരുഷന്മാരുടെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബ്രെയിനിലെ ഹിപ്പോകാമ്പൽ ഏരിയ ഓഫ് ദ ബ്രെയിനിലും ഇത് ധാരാളമായിട്ടുണ്ട്. ആൻഡ് സിങ്ക് പ്രധാനമായിട്ടും ഒരു ഇൻട്രാസെല്ലുലാർ എലമെന്റ് ആണ്. മീൻസ് ഇറ്റ്സ് ഫൗണ്ട് ഇൻസൈഡ് ദ സെല്ലിനകത്താണ്, സെല്ലിന്റെ അകത്താണ്. ആൻഡ് സിങ്ക് ഇസ് ആൻ എസെൻഷ്യൽ ആയിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻ ആണ്. ദാറ്റ് മീൻസ് നമുക്കത് പുറത്തുനിന്ന് കിട്ടണം. സിങ്ക് ധാരാളമായിട്ടുള്ളത് ഇപ്പൊ നോൺ വെജിറ്റേറിയൻ സോഴ്സസ് അവിടെ സിങ്ക് ധാരാളമായിട്ടുള്ളത് ഒന്ന് ഇറച്ചി മീനകത്താണ്, ദെൻ മിൽക്കിനകത്തുണ്ട്, പാലിനകത്തുണ്ട്, മുട്ട എഗ്ഗിനകത്തുണ്ട്, ഷെൽ ഫിഷിനകത്തുണ്ട്. ഇതിനകത്തൊക്കെയാണ് നോൺ വെജിറ്റേറിയൻ സോഴ്സസ്. ആൻഡ് വെജിറ്റബിൾസിനകത്തോ വെജിറ്റബിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഗ്രേപ്സ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഗ്രേപ്സിനകത്തുണ്ട്, ദെൻ നട്ട്സിനകത്ത് ധാരാളമുണ്ട്, ബീൻസ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സംഭവം ധാരാളമായിട്ടുണ്ട്. ആൻഡ് സിങ്ക് അബ്സോർബ് ചെയ്യുന്നത് ഇൻഡസ്റ്റൈനിൽ നിന്നാണ്. അത് മിക്കവാറും ഡിയോഡിനം ഭാഗത്തു നിന്നാണ് കൂടുതൽ അബ്സോർബ് ചെയ്യുക. ആൻഡ് ഈ അബ്സോർപ്ഷൻ തടയാനായിട്ട് ഇപ്പോൾ ഫൈബേഴ്സിന് പറ്റും. ആൻഡ് ഓൾസോ ഫൈറ്റേറ്റ്സ് അതിനൊക്കെ ഇത് തടയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് വെഗാൻസ് ഓർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എന്താണ് സംഭവിക്കാന്ന് വെച്ചാൽ സിങ്കിന്റെ ഡെഫിഷ്യൻസി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. മാംസാഹാരികളെക്കാൾ കൂടുതലായിട്ട് ഡെഫിഷ്യൻസി വരാനുള്ള സാധ്യത വെജിറ്റേറിയൻസിന് ഉണ്ട്. അവർ അപ്പോൾ കൂടുതലായിട്ട് സിങ്ക് കഴിക്കണം. ആൻഡ് സിങ്ക് ഇവിടെ അബ്സോർബ് ചെയ്യാനായിട്ട് ഒരു പ്രോട്ടീന്റെ ആവശ്യമുണ്ട്. ഈ പ്രോട്ടീന്റെ പേര് നമ്മൾ കണക്കാക്കുന്നത് മെറ്റാലോ തയോനീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആവശ്യമുണ്ട് എന്നാണ് നമ്മൾ കരുതുന്നത്. ആൻഡ് ദിവസം സിങ്ക് എത്ര കഴിക്കണം എന്ന് വെച്ചാൽ 10 മില്ലിഗ്രാം ആണ് അഡൽട്ടിൽ പറയുന്നത്. ഗർഭിണികൾ ഇപ്പോൾ പ്രഗ്നൻസി ലാക്ടേഷൻ ഈ സമയത്തൊക്കെ നമ്മളൊരു 15 to 20 ഗ്രാം എങ്കിലും കഴിക്കണം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ 10 മില്ലിഗ്രാം പോരായിരിക്കും. ദിവസം 15 മില്ലിഗ്രാം കഴിച്ചാലേ അബ്സോർഷൻ കുറഞ്ഞതും കൂടി കൂട്ടി അവർക്ക് ആവശ്യമുള്ള കിട്ടുള്ളൂ. അപ്പോൾ സിങ്കിന്റെ ബയോകെമിക്കൽ ഫങ്ഷൻസ് പറഞ്ഞാൽ ദിസ് ആൻ ഇമ്പോർട്ടന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് ഇൻ മെനി മെറ്റാലോ എൻസൈംസിന്റെ ഒക്കെ ഭാഗമാണ്. മെറ്റൽ ഇന്റഗ്രൽ പാർട്ട് ഓർ സ്ട്രോങ്ലി ബൗണ്ട് ടു എൻസൈംസിനെയാണ് നമ്മൾ മെറ്റാലോ എൻസൈംസ് എന്ന് പറയുന്നത്. ഏകദേശം 300-ലധികം എൻസൈംസിന്റെ ഭാഗമാണ് ഈ സിങ്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്ന് കാർബോണിക് അൺഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഭാഗമാണ്. കാർബോണിക് അൺഹൈഡ്രേസ് എന്താ ചെയ്യുക? കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടി ചേർന്ന് H2CO3 ആക്കുന്നു. ആൻഡ് ഇതിനെ HCO3 ബൈകാർബണേറ്റ് ഒക്കെ ആക്കുന്ന റിയാക്ഷൻസ് ആണ്. ആൻഡ് ഇത് RBCയുടെ അകത്തും ഉണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ എല്ലാം ഇപ്പൊ സിങ്ക് വേണം. രണ്ടാമത്തത് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഭാഗമാണ്. ഈ എൻസൈം എന്താണ്? ഈ എൻസൈം ഈസ് ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചിങ് എൻസൈം ആണ്. അതിൽ പ്രധാനമാണ്, അതിന്റെ ആക്ടിവിറ്റി ഉള്ളതാണ്. ഇതുവഴി അപ്പോൾ ദിസ് ഈസ് ഹാവിംഗ് എൻ ആന്റി ഓക്സിഡന്റ് എഫക്ട് കൂടിയുണ്ട്. ആന്റി ഓക്സിഡന്റ് എഫക്ട് ഓഫ് സിങ്ക് ഈസ് ബിക്കോസ് ദിസ് എ പാർട്ട് ഓഫ് SOD. സിങ്ക് മാത്രമല്ല കോപ്പറും അവിടെയൊക്കെ വരും. ആൻഡ് മൂന്നാമത്തെ എൻസൈം എന്ന് പറയുന്നത് ആൽക്കഹോൾ ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഭാഗമാണ്. അതേപോലെ തന്നെ ലാക്ടേറ്റ് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെയും ഭാഗമാണ്. ദെൻ 4 കൊളാജിനേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഭാഗമാണ്. ഇതാണ് കൊളാജിൻ 3നെ കൊളാജിൻ 1 ഒക്കെ ആക്കി മാറ്റണം. ആൻഡ് ഇനി 5-ാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ RNA പോളിമറേസിന്റെ ഭാഗമാണ്. DNA-ലൊക്കെ നമ്മൾ സിങ്ക് ഫിംഗേഴ്സ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഓൾസോ DNA പോളിമറേസിന്റെ ഭാഗവുമാണ്. ഇനി ബോണിലെ 6-ാമത്തെ ബോണിനകത്തുള്ള അല്ലെങ്കിൽ ബോൺ വേണമെന്നില്ല ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഭാഗമാണ്. ദെൻ പിന്നെ ഒരു എൻസൈം പറഞ്ഞു കഴിഞ്ഞാൽ കാർബോക്സി പെപ്റ്റിഡേസസ് എന്ന് പറയുന്ന എൻസൈമിന്റെ ഭാഗമാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള മെറ്റാലോ എൻസൈമിന്റെ ഭാഗമായിട്ട് സിങ്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇൻസുലിൻ എന്ന് പറയുന്ന 7-ാമത്തെ എഴുതാം. ഇൻസുലിന്റെ സ്റ്റോറേജിന് സിങ്ക് ആവശ്യമാണ്. സ്റ്റോറേജ് ആൻഡ് ഓൾസോ റിലീസ്. അപ്പൊ അതിന് സിങ്ക് പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ സ്റ്റോറേജ് ആൻഡ് റിലീസ് ഒക്കെ ചെയ്യാനായിട്ട് സിങ്ക് ആവശ്യമാണ്. ഇൻസുലിൻ എഴുതാം. സിങ്ക് ഇൻസുലിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ദെൻ ബ്ലഡ്
രക്തത്തിരത്തിൽ വൈറ്റമിൻ എയുടെ ലെവൽ, വൈറ്റമിൻ എ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് സിങ്ക് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ദെൻ ഇറ്റ് ഹാസ് ഗോട്ട് an important role in ഗ്രോത്തിനകത്ത് ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. ദെൻ സെക്ഷൽ ഡെവലപ്മെന്റിൽ എന്ന് പറയുമ്പോൾ പ്രധാനപ്പെട്ട റീപ്രൊഡക്ഷൻ, അതിനകത്തൊക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, റീപ്രൊഡക്ഷനിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ട്. ദെൻ ഒരു പ്രോട്ടീനാണ് ഗസ്റ്റൻ എന്ന് പറയുന്ന സിങ്ക് കണ്ടെയ്നിങ് പ്രോട്ടീനാണ് ഇമ്പോർട്ടൻറ്റ് ഇൻ ടേസ്റ്റ് സെൻസേഷൻ, ടേസ്റ്റ് അറിയാനായിട്ട്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് റോൾ ഈസ് ഇൻ ദ വൂണ്ട് ഹീലിംഗ്, മുറിവ് ഉണങ്ങുന്നതിന് വേണ്ട സെൽ ഡിവിഷൻ നടക്കണമെങ്കിൽ, ഗ്രോത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നതിന് സിങ്ക് ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പൊ ഇത്രയും റോളുകൾ ഉണ്ട് സിങ്കിന്. അപ്പൊ ഇനി സിങ്ക് കുറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? ദാറ്റ് മീൻസ് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വൺ ഈസ് ഉണ്ടാകുന്ന രോഗം അക്രോഡെർമറ്റൈറ്റിസ് എന്ററോപതിക എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. സിങ്കിന്റെ ഇൻഡസ്റ്റൈനൽ അബ്സോർപ്ഷൻ തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്രോഡെർമറ്റൈറ്റിസ് എന്ററോപതിക. സോ ഇതുമൂലം അക്രൽ എന്ന് വെച്ചാൽ ഡിസ്റ്റന്റ് ഭാഗമാണ്, ശരീരത്തിന്റെ ഡിസ്റ്റന്റ് ഭാഗം എന്നൊക്കെ പറയുമ്പോൾ ഫിംഗേഴ്സ് വരും, നോസ് വരും, മൗത്ത് വരും, ടോസ്, ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളാണ്. സോ ഇവിടെയൊക്കെ ചില പ്രശ്നങ്ങൾ വരുന്നതാണ്. ദെൻ ലോസ് ഓഫ് ടേസ്റ്റ് വരും, ലോസ് ഓഫ് ടേസ്റ്റ് ആക്ടിവിറ്റി, അതിന് നമ്മൾ ഡിസ്ഗൂഷ്യ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സ്മെൽ അറിയാനുള്ള ബുദ്ധിമുട്ടിനെ നമുക്ക് അനോസ്മിയ എന്ന് നമുക്ക് വിളിക്കാം. സോ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഡിജിറ്റൽ പ്രശ്നങ്ങൾ വരുന്നത് ഉദാഹരണത്തിന് ഡെർമറ്റൈറ്റിസ് ആണ്, ഇവിടെ പേരിൽ തന്നെ ഉണ്ട്, ഡെർമറ്റൈറ്റിസ് വരാം. ദെൻ ചീലൈറ്റിസ് എന്ന് പറയുന്ന പ്രശ്നം വരാം. ദെൻ നെയിൽ ബിക്കം വൈറ്റ് നെയിൽ, അല്ലെങ്കിൽ ല്യൂക്കോനൈക്കിയ എന്നാണ് നമ്മൾ വൈറ്റ് നെയിലിനെ വിളിക്കുക. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് കാണും. ദെൻ സെക്ഷൽ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം ദിസ് ഇംപേർഡ് സ്പെർമാറ്റോജെനിസിസ് ഉണ്ടാകും എന്നുള്ളതാണ് കുറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ സെക്ഷൽ ഡെവലപ്മെന്റ് തകരാറിലാകും. ദെൻ അലോപേഷ്യ ഉണ്ടാകും, മുടി കൊഴിച്ചിൽ ഉണ്ടാകാം. ആൻഡ് ഡിക്രീസ്ഡ് പ്യൂബിക് ഹെയർ, സോ അവിടേക്കുള്ള രോമം ഒക്കെ കുറയാം. ദെൻ ഡ്വാർഫിസം, ഗ്രോത്തിന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സോ സിങ്ക് ചെറുപ്പത്തിലേക്ക് കുറവാണെങ്കിൽ വളർച്ച കുറയും, ഡ്വാർഫിസം ഉണ്ടാകാം. ദെൻ മുറിവ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. സോ മുറിവ് ശരിയായിട്ട് ഉണങ്ങുന്നില്ല, പുവർ വൂണ്ട് ഹീലിംഗിന് സിങ്കിന് ഡെഫിഷ്യൻസി കാരണമാകാം. ദെൻ മെനി അതർ ന്യൂറോളജിക്കൽ മാനിഫെസ്റ്റേഷൻസും ഇതുമൂലം ഉണ്ടാകാം. സോ ഇതൊക്കെയാണ് ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇനി എപ്പോഴെങ്കിലും സിങ്ക് കൂടിയാൽ, ഇൻക്രീസ് ചെയ്താൽ, ടോക്സിസിറ്റി ഉണ്ടായാൽ, സോ ഇത് ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത് വെൽഡർമാരിലാണ്. അവരിൽ സിങ്ക് ഓക്സൈഡ് അത് ഇൻഹെയിൽ ചെയ്യുന്നത് മൂലം ടോക്സിറ്റി ഉണ്ടാകാം, നൗസിയ, വോമിറ്റിംഗ്, GI പ്രശ്നങ്ങൾ, പാങ്ക്രിയറ്റൈറ്റിസ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണ സിങ്ക് ടോക്സിറ്റി മൂലം ഉണ്ടാകും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സിങ്ക് മൈക്രോന്യൂട്രിയൻ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.